അടുത്ത റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ്. കാക്കനാട് ജില്ലാ ജയിലിൽ ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്ന്. വെൽഫെയർ ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് 3 ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്നൊരുക്കുകയായിരുന്നു. റീൽസ് ചിത്രീകരിച്ച ശേഷമാണ് ഗുണ്ടകൾ ജയിലിൽ നിന്ന് മടങ്ങിയത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, കാക്കനാട് ജയിലിൽ ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്ന് നൽകിയിരിക്കുന്നു. ആരുടെ നേതൃത്വത്തിലാണ് ഈ വിരുന്ന് നൽകിയിരിക്കുന്നത്? സ്മൃതി, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന കാക്കനാട് ജില്ലാ ജയിലിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതായത് കഴിഞ്ഞ മാസം 31-ന് ഒരു ഉദ്യോഗസ്ഥന്റെ, വെൽഫെയർ ഉദ്യോഗസ്ഥന്റെ റിട്ടയർമെന്റ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വിരമിക്കൽ ചടങ്ങ് നടക്കുകയായിരുന്നു. ആ വിരമിക്കൽ ചടങ്ങിലേക്കാണ് ഈ 3 ഗുണ്ടാ നേതാക്കളെ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ 3 ഗുണ്ടാ നേതാക്കൾ രജിസ്റ്ററിലൊന്നും രേഖപ്പെടുത്താതെ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അതിനുശേഷം വിരുന്നിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. കൊച്ചിയിലെ തന്നെ 3 ഗുണ്ടാ നേതാക്കൾ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവർ അവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം വിരുന്നിൽ പങ്കെടുത്ത ശേഷം കൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മടങ്ങുന്ന വേളയിൽ ഇവർ റീൽസ് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ഇത്തരത്തിൽ കാക്കനാട് ജയിലിന്റെ ഉള്ളിലേക്ക് കയറുന്നതും അതിനുശേഷം ഉള്ളിലൂടെ നടന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ തന്നെ റീൽസായി ചിത്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ റീൽസ് ചിത്രീകരിച്ച ശേഷം കൂടിയാണ് ഇവർ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസിന് ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വിശദമായ പരിശോധനകളിലേക്ക് കടന്നിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാക്കനാട് ജില്ലാ ജയിലിൽ തന്നെയാണ് ഈ 3 ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാനാകുന്നുണ്ടോ? ഈ ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്നെന്ന് പറയുമ്പോൾ ജയിലിനകത്തുള്ള ഗുണ്ടകളുമായിട്ടും ആ തരത്തിലുള്ള ഒരു നല്ല ബന്ധം ഉണ്ട് എന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? സ്മൃതി, ഈ വെൽഫെയർ ഉദ്യോഗസ്ഥന്റെ ക്ഷണപ്രകാരമാണ് ഇത്തരത്തിൽ ഗുണ്ടകൾ അവിടെ എത്തിയിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് കളക്ട് ചെയ്യുകയാണ്. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയുക. നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ വെൽഫെയർ ഉദ്യോഗസ്ഥന്റെ ക്ഷണപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആയിരുന്നു. അപ്പോൾ വിരമിക്കൽ ചടങ്ങിലേക്ക് അദ്ദേഹം തന്നെയാണ് ക്ഷണിച്ചിരുന്നതെന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 3 ഗുണ്ടകൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു റിട്ടയർ ആയിട്ടുള്ള, അതായത് അവിടെ ആ ജയിലിൽ തന്നെ കഴിഞ്ഞ കുറെ വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുൻപും ഇത്തരത്തിൽ ഗുണ്ടകൾ അവിടേക്ക് ഉള്ളിലേക്ക് വന്നിരുന്നു എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ വിശദമായ പരിശോധനകൾ നടക്കുകയാണ്. ശരി, അതിന്റെ ആ റീൽസിന്റെ ദൃശ്യങ്ങളാണ് ഇനി പുറത്തേക്ക് വരേണ്ടത്. ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നുള്ള വാർത്തയാണ്. ഗുണ്ടാ നേതാക്കൾക്ക് ഒരുക്കിയത് വെൽഫെയർ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഉദ്യോഗസ്ഥന്റെ വിരമിക്കൽ ചടങ്ങിന് അദ്ദേഹം തന്നെ ക്ഷണിച്ചെത്തിയ 3 ഗുണ്ടാ നേതാക്കൾക്ക് വിരുന്നൊരുക്കിയെന്നുള്ളതാണ്. ഏതായാലും ഇതിന്മേൽ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു.